നമസ്കാരം. TMT മീഡിയയിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കളെ, ഒരു ആടുജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആടുജീവിതം അത് ദുരിതപൂർണവും ആനന്ദകരവും ഒപ്പം ആശ്വാസദായകവുമാണ്. എങ്ങനെയാണ് ഇവ മൂന്നും ഒരുപോലെ ആടുജീവിതത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അത് സ്വാഭാവികം. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആടുജീവിതം തുടങ്ങുന്നത് പുറംവേലകൾക്ക് പോകാത്ത ഇടത്തരം സാധാരണ കുടുംബങ്ങളിലെ വീട്ടമ്മമാർക്ക് ഒരു നേരം പോക്കിന് വേണ്ടിയാണ്. കൂട്ടത്തിലൊരു വരുമാന മാർഗം കൂടി ആയതുകൊണ്ടാണ്. പക്ഷേ ആടുജീവിതത്തിൽ അവരെ ആദ്യമേ വരവേൽക്കുന്നത് ദുരിത ജീവിതമായിരിക്കും. ഒരു ആടിനെ വാങ്ങിക്കൊണ്ട് വന്നാൽ കുടുംബക്കാരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ സങ്കടവും ദേഷ്യവും ഈ ആട് തീർക്കുന്നത് ഉറക്കെ കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടാണ്. ആ ബഹളം ഒന്നും ശമിക്കാൻ ആഴ്ചകളോളം തന്നെ വേണ്ടിവരും. അതുവരെ അയൽക്കാർക്ക് പോലും സ്വൈരം കൊടുക്കില്ല ഈ ആട്. ദുരിതം ഇങ്ങനെ തുടങ്ങുകയാണ്. അവയുടെ ഇണചേരൽ സമയം നിരീക്ഷിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇണചേരൽ പ്രക്രിയ സമയത്ത് നടക്കില്ല. അപ്പോൾ ആടുകൾ പെരുകുന്നതിന് കാലതാമസം നേരിടും. അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അവയുടെ പ്രസവ സമയം, അത് ഒരു കടമ്പ തന്നെയാണ്. കലണ്ടറിൽ കുറിച്ചിട്ട തീയതി എടുത്താൽ കണ്ണിൽ എണ്ണയൊഴിച്ചെന്നോണം ശ്രദ്ധാലുവായേ പറ്റൂ. രാത്രികാലങ്ങളിൽ പലപ്പോഴും ഉറക്കമൊഴിഞ്ഞിരുന്നേ പറ്റൂ. അവയുടെ പ്രസവ സമയം നമ്മളെ മാനസികമായി തളർത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ജനിക്കുന്ന കുഞ്ഞിന് പുഷ്ടി കൂടുകയോ അമ്മയാടിന് ആരോഗ്യസ്ഥിതി മോശമായ സമയമാവുകയോ ചെയ്താൽ അവയുടെ പ്രസവത്തിന് പരസഹായം ആവശ്യമായി വരിക പതിവാണ്. ഈ സഹായം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് ചാവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നഷ്ടത്തേക്കാൾ കൂടുതലായി മാനസിക വിഷമത്തിന് കാരണമാകും. അതൊഴിവാക്കാൻ അവയെ സഹായിക്കുന്നത് നല്ലതാണ്. ഇതാ ഇങ്ങനെ നോക്കൂ, എത്ര ശ്രദ്ധയോടെയാണ് ഈ വീട്ടമ്മ അവരുടെ ആടിനെ പ്രസവിക്കാൻ സഹായിക്കുന്നത്. വീട്ടുനോവിൻ്റെ വേദനയറിയുന്ന ഈ വീട്ടമ്മ അല്പം പോലും മറപ്പോ വെറുപ്പോ കൂടാതെ തൻ്റെ വളർത്താടിൻ്റെ സുഖപ്രസവത്തിന് സഹായിക്കുന്ന ഈ കാഴ്ച ഏതു കഠിന ഹൃദയനിലും ആദരവുണർത്തുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. എന്തെല്ലാം ഒരുക്കങ്ങളോട് കൂടിയാണ് പ്രസവ ശുശ്രൂഷയ്ക്ക് ഈ യജമാനത്തി ഒരുങ്ങിയിരിക്കുന്നത്. അമ്മയാടിനെയും കുഞ്ഞുങ്ങളെയും കഴുകി തുടച്ച് വൃത്തിയാക്കാൻ പഴംതുണി കെട്ടു തന്നെയുണ്ട്. പ്രസവിച്ച് വയറു കാലിയായാൽ വിശന്നു പൊരിയുന്ന അമ്മയാടിനെ വിശപ്പ് മാറ്റാൻ ഒരു ചാക്കു നിറയെ പച്ച പുല്ലും പ്ലാവിലയും ആടിന് തിന്നാൻ പാകത്തിൽ മുന്നിൽ തന്നെ വെച്ചിരിക്കുകയാണ്. വീട്ടമ്മ യത്നം തുടരുകയാണ്. 2 കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളാണ്. രണ്ടിനെയും തുടച്ച് വൃത്തിയാക്കി വൃത്തിയുള്ള ഒരു പെട്ടിയിൽ കിടത്തുന്നു. പിന്നെ അമ്മയാടിനെ കഴുകി തുടച്ച് വൃത്തിയാക്കുന്നു. അടുത്തത് മുലകുടി പരിശീലനമാണ്. 1-2 ദിവസം ഈ പരിശീലനം തുടരും. പിന്നെ അവർ സ്വയം പര്യാപ്തത നേടിക്കോളും. 4-5 ദിവസം കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം ഓടിച്ചാടി തുള്ളിക്കളിക്കുന്നത് കാണുമ്പോൾ അതുവരെ ചെയ്ത കഷ്ടപ്പാടുകൾ മറന്ന് ഈ വീട്ടമ്മയുടെ മനസ്സിൽ എന്തുമാത്രം ആനന്ദമായിരിക്കും അറിയുന്നത്. അടുത്തത് വിൽപ്പന ഘട്ടമാണ്. ഒരു വയസ്സോടുകൂടി വിൽപ്പന തുടങ്ങും. അന്നേരം കയ്യിൽ പണം വന്നു ചേരുമ്പോൾ അതുവരെ നടത്തിയ കഷ്ടപ്പാടുകളോ സ്നേഹിക്കലോ ലാളിക്കലോ ഉമ്മ വയ്ക്കലോ രാത്രികാലങ്ങളിലെ കാവലിരിക്കലോ ഒക്കെ മറക്കുന്നു. താൻ സ്നേഹിച്ചോമനിച്ച് ലാളിച്ചും ശാസിച്ചും വളർത്തിയ ആട്ടിൻകുട്ടികളെ കൊണ്ടുപോകുന്നത് അറിവ് ശാലയിലേക്കാണെന്നറിഞ്ഞിട്ടും കയ്യിൽ കിട്ടിയ പണവുമായി ആട്ടിൻകുട്ടികളെ യാത്രയാക്കാൻ നിൽക്കുമ്പോൾ ഈ വീട്ടമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും? മാന്യ ശ്രോതാക്കളെ, ദയവായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തോമസ് തരകൻ മറ്റം.